PM ശ്രീ ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചതോടെ വിവാദങ്ങളെല്ലാം അവസാനിച്ചെന്നാണ് കരുതിയത്. തെരഞ്ഞെടുപ്പ് കാലവുമാണല്ലോ. എന്നാൽ PM ശ്രീയെ ചൊല്ലി CPIM-നും CPI-ക്കും ഇടയിൽ വീണ്ടും ഒരു പോർക്കളം തുറക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കേന്ദ്രത്തിന് കത്തയച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്ന CPI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയെ CPIM-നെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ വിജയമെന്ന് CPI പറയുമ്പോൾ CPIM അതിൽ ഇല്ലെന്നാണോ വങ്ക്യം? അപ്പോൾ പിന്നെ മറുപടി കൊടുത്തല്ലേ അവർക്ക് പറ്റൂ. ബിനോയ് വിശ്വത്തിന്റെ മറുപടിയുമായി V ശിവൻകുട്ടിയും മറുപടിയുമായി വീണ്ടും ബിനോയ് വിശ്വവും എത്തി. അതോടെ വിഷയം വീണ്ടും കത്തിപ്പടർന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും ഇടതുമുന്നണിക്കുള്ളിൽ പൊട്ടിയും ചീറ്റിയും തുടരുകയാണോ PM ശ്രീ? ആദ്യം RDX റാപ്പിലേക്ക്. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി CPIM CPI ധാരണയുടെ 15-ാം ദിവസമാണ് സംസ്ഥാന സർക്കാർ കത്തയച്ചത്. കഴിഞ്ഞ മാസം 29-നാണ് കരാറിൽ നിന്ന് പിന്മാറാൻ ഇരു പാർട്ടികളും ധാരണയിലെത്തിയത്. ഇതിനുശേഷവും തീരുമാനം ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിക്കാതിരുന്നതോടെ CPI-യിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നു. ഇതോടെ മന്ത്രിമാരായ K രാജനും P പ്രസാദും മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കത്ത് വൈകുന്നതിൽ പാർട്ടിയുടെ അതൃപ്തി അറിയിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ടും പാർട്ടിയുടെ അതൃപ്തി അറിയിച്ചിരുന്നു. കത്തയച്ചതിന് പിന്നാലെ ബിനോയ് വിശ്വം നടത്തിയ പ്രസ്താവനയാണ് V ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ചത്. PM ശ്രീ മരവിപ്പിക്കാൻ കത്തയച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്നായിരുന്നു ബിനോയ് വിശ്വം പറഞ്ഞത്. CPIM കത്തയക്കുമെന്ന് CPI-ക്ക് അറിയാമായിരുന്നു. LDF-ൽ എല്ലാവർക്കും അഭിമാനബോധമുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PM ശ്രീ ധാരണ ഒരു കൂട്ടരുടെ വിജയവും മറ്റുള്ളവരുടെ പരാജയവുമാണെന്ന തരത്തിൽ വിലയിരുത്തിയതാണ് ശിവൻകുട്ടിയെ ചൊടിപ്പിച്ചത്. RDX റാപ്പ് ന്യൂസ് മലയാളം. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാൻ കത്തയച്ചതിന് പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ പ്രതികരണത്തെ ചൊല്ലിയാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം. LDF രാഷ്ട്രീയത്തിന്റെ വിജയമെന്നും CPI-ക്കും CPIM-നും ഇതല്ലാതെ മറ്റൊരു വഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമെന്നാണ് ജനയുഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത് എന്തായിരുന്നു എന്ന് ആദ്യം കേൾക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഇത് ഉറപ്പിച്ചു പറയട്ടെ, വീണ്ടും LDF രാഷ്ട്രീയത്തിൻ്റെ വിജയമാണ്. PMC പോലെ ഒന്നിൽ LDF-ന് ഈ തീരുമാനം മാത്രമേ എടുക്കാൻ പറ്റൂ. PMC പോലെ ഒന്നിൽ CPI-ക്കും CPM-നും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് ഇടതുപക്ഷ ആശയം പഠിക്കേണ്ട ഗതികേട് CPIM-ൽ നിന്ന് ചൂണ്ടിക്കാട്ടി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവനയോടുള്ള ഈർഷ്യ ശിവൻകുട്ടി മറച്ചുവെച്ചില്ല. ഇത് ആരുടെയും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിൽ തീരുമാനിച്ചു. പിന്നെ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് CPM പഠിക്കേണ്ട ഗതികേടൊന്നും CPM-നില്ല. കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഇനി തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഉത്തരവാദിത്തം ആരാണെന്ന് വെച്ചാൽ എടുത്തോട്ടെ എന്നും അദ്ദേഹം തുറന്നടിച്ചു. SSKയുടെ 1500 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കില്ല. അത് ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളും. SSKയുടെ ഭാഗമായിട്ട് 1152.77 കോടിയാണ് കിട്ടേണ്ടത്. ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങളില്ലെന്നും പഠിപ്പിക്കേണ്ടത് MA ബേബിയും MV ഗോവിന്ദനുമാണെന്നും ബിനോയ് വിശ്വം വീണ്ടും തിരിച്ചടിച്ചു. PMC-യെ സംബന്ധിച്ച് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMC-യെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബേബിയും സഖാവ് ഗോവിന്ദൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ. PM ശ്രീയെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് ദേഷ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം. PM ശ്രീയിൽ എന്ത് ചർച്ചയാണ് നടന്നത് എന്ന ചോദ്യത്തിന് പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നായിരുന്നു CM-ന്റെ മറു ചോദ്യം. പത്രപ്രവർത്തകനായിട്ട് എത്ര കാലമായി? സനീഷ്, ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്.
PM ശ്രീ വിഷയം കെട്ടടങ്ങിപ്പോയി എന്നാണ് നമ്മളെല്ലാവരും കരുതിയിരുന്നത്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ, ഇപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു? നിശ്ചയമായിട്ടും ആവശ്യമില്ല, ഒരിക്കലും ആവശ്യമില്ല എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത്. ഏത് മുന്നണിയിലാണെങ്കിലും അവരുടെ മുന്നണി ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്കത്തിൻ്റെ ഒരു സാഹചര്യത്തെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും താഴെത്തട്ടിൽ വലിയ ശക്തിയിൽ CPM തന്നെ അല്ലെങ്കിൽ തന്നെ പലയിടങ്ങളിലും പ്രശ്നങ്ങളുള്ള സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വീണ്ടും പോവുക എന്നത് പാടില്ലായിരുന്നു. ഏത് മുന്നണിക്കാണെങ്കിലും, അതിപ്പോൾ CPI എന്നല്ല, ഇപ്പോൾ മുന്നണിക്കകത്ത് ഇപ്പോൾ ലീഗും കോൺഗ്രസും ആണെങ്കിൽ തന്നെയും ഇത്ര ഒരു സാഹചര്യം ഉണ്ടായാലും അത് പാടില്ലായിരുന്നു എന്നല്ലേ നമ്മൾ പറയേണ്ടത്. പക്ഷേ ഈ PM ശ്രീ എന്ന് പറയുന്നത് CPI ബന്ധത്തിലെ സുപ്രധാനമായിട്ടുള്ള ഏടാണ് എന്ന് നമ്മൾ വിചാരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് PM ശ്രീ വലിയ ചർച്ചയായ സമയത്ത് ഞാൻ RDX ഉണ്ടായിരുന്നില്ല, പക്ഷേ അപ്പോഴത് കാണുമ്പോഴും അതിൻ്റെ വാർത്തകൾ വായിക്കുമ്പോഴെല്ലാം എൻ്റെ തോന്നലുണ്ടായിരുന്നത് ഇത് CPI ബന്ധത്തിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടായിട്ട്, ഇവരുടെ ബന്ധത്തിലൊരു പ്രധാനപ്പെട്ട പേജായിട്ട് നമ്മളിതിനെ കാണണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇതിനകത്ത് PM ശ്രീ വിഷയത്തിൽ ആകെ എടുത്താൽ CPMനും CPIക്കും കുഴപ്പമുണ്ടായിട്ടുണ്ട്. CPMൻ്റെ ഭാഗത്ത് വന്ന കുഴപ്പം ഞാൻ വിചാരിക്കുന്നത് CPIയെ അതിൻ്റെ മന്ത്രിമാരെ വിശ്വാസത്തിലെടുത്ത് അവരോട് കാര്യങ്ങൾ അവതരിപ്പിച്ച് മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു പോയിട്ട് ഒപ്പിടാൻ. അതവർ ചെയ്തില്ല, അവരുടെ ഭാഗത്ത് ഉണ്ടായില്ല. വലിയ പ്രശ്നങ്ങളൊക്കെ പിന്നീട് ഉണ്ടായി, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. CPIയുടെ ഭാഗത്താണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എത്രത്തോളം പോകാം എന്നത് കണക്കാക്കാതെ അതിരുവിട്ട് CPMനോട് അടിക്കുന്ന നിലയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടുപേർക്കും കുഴപ്പമുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിനകത്ത് പക്ഷേ രണ്ടുപേരും തെറ്റ് മനസ്സിലാക്കി എന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ വിചാരിച്ചിരുന്നത്. കാരണം CPM ഉടനടിയും സാധാരണഗതി ഇല്ലാത്ത വിധം ഒരു വലിയേട്ടൻ മനോഭാവമൊന്നും കാണിക്കാതെ പെട്ടെന്ന് തന്നെ സംഗതി തിരുത്തിയിട്ട് ഇത് ഇത്രമേൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പ്രതിപക്ഷം, മറ്റു പാർട്ടികൾ, മറ്റ് സംഘടനകൾ, CPMൻ്റെ കൂടെ തന്നെയുള്ള സഹപ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ സഹയാത്രികരൊക്കെ എല്ലാം തന്നെ അതിഭീകരമായിട്ട് എതിർത്ത ഈ സംഗതിയിൽ നിന്ന് പക്ഷേ പെട്ടെന്ന് CPM ഈഗോ വിചാരിക്കാതെ പിന്മാറിയിട്ട് ഇത്ര പ്രധാനപ്പെട്ടൊരു കാര്യത്തിന് കേന്ദ്രത്തിൽ പോയിട്ട് പേപ്പറും കൊടുത്ത് ഒരല്പം തോറ്റു എന്ന മട്ടിൽ തന്നെ പിൻവാങ്ങി നിന്നിട്ട് അവരത് ഞങ്ങൾക്ക് പറ്റിയൊരു പിശകാണ് എന്നത് CPIക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുമ്പിലും തെളിയിച്ചു കൊടുത്തു. CPIയും പറഞ്ഞ വാക്കുകളിൽ നിന്ന്, പ്രകാശ് ബാബുക്ക് കടുത്ത വാചകങ്ങൾ ഉപേക്ഷിച്ചുള്ളൂ, പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്മാറിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനകത്തുണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് CPMനുണ്ടാക്കിയിരുന്ന ക്ഷീണം ചെറുതല്ല. കാരണം അത് മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ആണെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇത് CPI പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രകാശ് ബാബുടക്കുള്ള നേതാക്കൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ആ ഘട്ടത്തിൽ രോഷത്തോടെ മുടക്ക് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ പറഞ്ഞത് BJPയോട് ഇവർക്ക് അവിഹിതമായിട്ട് അല്ലെങ്കിൽ സുഖകരമല്ലാത്തൊരു ബന്ധമുണ്ട് എന്ന പോയിൻ്റ് അവർ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇവർക്ക് BJP രാഷ്ട്രീയത്തെ എങ്ങനെ എതിർക്കേണ്ടതുണ്ട് എന്നതിൽ CPMന് ധാരണയില്ല എന്നൊരു വ്യക്തത എന്നൊരു അങ്ങനെ അർത്ഥമാകുന്ന വിധത്തിലുള്ള പ്രസ്താവനകളും മറ്റുമായിട്ട് പോയി. അത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നിൽ. അതായത് CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ RSS വിരുദ്ധത, BJP വിരുദ്ധത എന്ന് വെച്ചാൽ അവർ ആവർത്തിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നൊരു കാര്യമാണ്. കേരളത്തിൽ BJP ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്ന ആൾ ഞങ്ങളാണ് എന്നാണ് അവർ പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനേക്കാൾ വളരെ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും ആശയപരമായിട്ട് ഞങ്ങളാണ് അവരെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുന്ന CPM ലീഡർഷിപ്പിനോട് CPIക്കാർ പറയാണ് നിങ്ങളുടെ ശക്തി എത്ര പോരാ എന്ന്. അത് വലിയൊരു ഇൻസൾട്ടാണല്ലോ, അല്ലെങ്കിൽ ഒരു ആക്ഷേപമാണല്ലോ. അത് അവർക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഈ വ്യക്തിപരമായിട്ട് അത് ഏറ്റുവാങ്ങേണ്ടി വന്നത് V. ശിവൻകുട്ടിയാണ്. കാരണം അത് ഒരു പാർട്ടിയുടെ തീരുമാനമായിട്ട് പോയിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നിർദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ ചെന്ന് ഒപ്പിട്ടിട്ടുണ്ടാവുക. പക്ഷേ V. ശിവൻകുട്ടിയുടെ RSS വിരുദ്ധത അത്ര പോരാ, ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് മനസ്സിലാക്കാനുള്ള ശേഷി അദ്ദേഹത്തിനില്ല എന്ന് പരിഹസിക്കുന്നതില്ല പ്രകാശ് ബാബുവും ബിനോയ് വിശ്വവും തൊട്ട്. ഞാൻ പരിഹസിക്കുന്നതെന്ന് പറയുന്നത് ബിനോയ് വിശ്വം നേരിട്ട് പരിഹസിച്ചു എന്ന അർത്ഥമല്ല, പക്ഷേ പരിഹസിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നില്ല. ബിനോയ് വിശ്വവും പ്രകാശ് ബാബുവും തൊട്ട് താഴെത്തട്ടിലെ ASFകാർ വരെ ശിവൻകുട്ടിയെ പരിഹസിക്കുന്ന പോലെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും. അത് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ചാണെങ്കിൽ ഈ കുഴപ്പമുണ്ടാകില്ല. ഇപ്പോൾ CPI കോൺഗ്രസിനൊപ്പം നിന്ന് ഭരിച്ച ഒരു പാർട്ടിയാണ്. പക്ഷേ ഇതുപോലൊരു നിർണായകമായ കാലത്ത് അവരുടെ ഈ കേരളത്തിലെ CPMൻ്റെയും CPIയുടെയും കോൺഗ്രസിൻ്റെയും കേരളത്തിലെ BJP ഒഴികെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഗതികളിൽ ഒന്ന് RSS BJP വിരുദ്ധതയായിരിക്കെ ആ വിരുദ്ധതയിൽ നിങ്ങളത്ര പോരാ എന്ന് CPI ഇവരുടെ രണ്ടാം കക്ഷി CPMനോട് ശരിയല്ലാത്ത വിധം പറഞ്ഞു എന്നത് വലിയ ഈഗോ ഹർട്ടാണ് CPMന് ഉണ്ടാക്കിയിരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ എളുപ്പത്തിൽ മറന്നു പോകാവുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവരുടെ ബന്ധത്തിനിടയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ ബന്ധത്തെ മനസ്സിലാക്കുന്ന, ഇനി വരും കാലങ്ങളിലാണെങ്കിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് PM ശ്രീ വിവാദം ഓർമ്മയില്ലേ എന്ന് നമ്മൾ പിന്നീട് പറയുന്ന ഒരു കാര്യം വരും. അപ്പോൾ ഇതിൻ്റെ ഗൗരവം CPI മനസ്സിലാക്കണമായിരുന്നു എന്നാണ്. രണ്ടുപേർക്കും പെശകുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഈ സംഭവം ഇവരുടെ മനസ്സുകൾക്കകത്ത്, രാഷ്ട്രീയ മനസ്സുകൾക്കകത്ത്, ഈ രാഷ്ട്രീയ സംഘടനയുടെ തലച്ചോറിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ കൂടെ ആയിരിക്കും എന്ന ഒരു വൈകാരിക പ്രശ്നം CPI മനസ്സിലാക്കണമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ആ മനസ്സിലാക്കൽ ഉണ്ടായില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിൻ്റെ
പ്രസ്താവനകളിലൂടെ എനിക്കുണ്ടായൊരു ഫീൽ. ബിനോയ് വിശ്വം വളരെ സാത്വികമായിട്ട് വാചകങ്ങൾ സെലക്ട് ചെയ്തിട്ട് ശബ്ദത്തെ അങ്ങനെ ക്രമീകരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അല്പം കാവ്യാത്മകമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് സാത്വിക ശബ്ദത്തിലാണെങ്കിലും വാചകങ്ങൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിൽ പക്ഷേ അദ്ദേഹം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ മുന്നണി ബന്ധത്തിൻ്റെ കാര്യത്തിലാണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നല്ല, മുന്നണി ബന്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഒന്ന്, ഈ തോറ്റ് പിന്മാറിയ ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പിശക് പറ്റിയെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പ്രചണ്ഡമായ എതിർപ്പിന് പിന്നിൽ പിന്മാറിയ CPM അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ ചെന്ന് കത്ത് കൊടുത്തതിന് ശേഷം അതേപ്പറ്റി പ്രതികരിക്കേണ്ടതില്ല, അതങ്ങ് തീർന്നു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി ബിനോയ് വിശ്വത്തിന്. യഥാർത്ഥത്തിൽ അത് അവരുടെ വിജയം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ അതല്ല അദ്ദേഹം സെലക്ട് ചെയ്തത്. അദ്ദേഹം ഇത് ഇടതുപക്ഷത്തിന് വിജയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ബിനിൽ ഇപ്പം എന്നോട് പറയുകയാണെങ്കിൽ, ഞാൻ ബിനിലിനോട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഒന്ന് പോകുമ്പോൾ ബിനിൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രണ്ടുപേരുടെയും വിജയമാണത്, ഞങ്ങളതല്ലേ ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്നത് ഒരു ആളാകലാണ്. ആ ആളാകൽ ശിവൻകുട്ടി അംഗീകരിച്ച് കൊടുക്കത്തില്ല. എന്താണെന്ന് പിന്നെ അവിടെ നിർത്തണമായിരുന്നു അദ്ദേഹം. അവിടെ നിർത്തിയിട്ട് ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരല്പം രോഷമൊന്ന് പ്രകടിപ്പിച്ചോടെ എന്ന് കണ്ട് ഒരല്പം പിന്മാറുന്നതിന് പകരം, അല്ല ഞാനല്ലല്ലോ, ഗോവിന്ദൻ മാഷും ബേബി ഉണ്ടല്ലോ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ, പിണറായി ഉണ്ടല്ലോ എന്ന് വീണ്ടും ഒരല്പം ആൾ കളിക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. ആ ആൾ കളി സത്യത്തിൽ മുന്നണിക്കകത്ത് ഗുണകരമായൊരു കാര്യമല്ല. പിന്നെ സത്യത്തിൽ ഒരു കാര്യം നമ്മൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത കാര്യമാണല്ലോ, അതായത് CPI ബന്ധം എപ്പോഴും ഇങ്ങനെയാണ്. CPI അവരുടെ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാക്കുന്ന CPM വഴിവിട്ട് പോകുന്നു, അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ട്രാക്ക് നേരെയാക്കുകയാണ് എന്നൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നിലപാട് ഞങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ പാർട്ടിക്കകത്തും മറ്റും ഈ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ ഒരു പ്രാധാന്യം കൂട്ടുന്നതും CPM ഇടയ്ക്ക് എന്നിങ്ങനെ ഒന്ന് പറയുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ എലക്ഷനാണ് എന്ന കാര്യം ബിനോയ് വിശ്വം ഓർക്കേണ്ടതായിരുന്നു എന്ന് രാഷ്ട്രീയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് നമുക്ക് തോന്നി. ബാക്കിയൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ശിവൻകുട്ടി പറഞ്ഞത്, അവരുടെ രാഷ്ട്രീയ ബന്ധത്തിനപ്പുറത്ത്, മുന്നണി ബന്ധത്തിനപ്പുറത്ത് ഈ കാശ് കിട്ടാഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ എന്ന് പിണങ്ങിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1300 കോടി ഈ PM-ശ്രീ വിഷയം ചർച്ച ചെയ്യായ ആദ്യ ദിവസം ഞാനും ബിനിലും തന്നെയാണ് നിന്ന് വന്ന്, പിന്നീട് PM-ശ്രീ വിഷയം വലിയ വിവാദമായപ്പോൾ ഞാനില്ല, ഞാൻ RDX ഉണ്ടായിരുന്നില്ല. ആ ദിവസം എൻ്റെ ഒരു അഭിപ്രായം ഈ പണം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം എന്നായിരുന്നു. കാരണം അത് സംസ്ഥാനത്തിന് ആവശ്യമുള്ള പണമാണ്, സംസ്ഥാനത്തെ കുട്ടികൾക്ക് ആവശ്യമായ പണമാണ്. സംസ്ഥാനത്തെ കുട്ടികൾക്ക് ആവശ്യമായ പണം മറ്റു കാരണങ്ങളാൽ BJP സർക്കാർ നൽകുന്നില്ല. BJP സർക്കാരിനെ എതിർക്കണം, പക്ഷേ ആ പണം അങ്ങ് വാങ്ങിച്ചെടുക്കണം. മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും അത് നിങ്ങളുടെ കാര്യമാണ്, CPM-യുടെയും CPI-യുടെയും കാര്യമാണ്. പക്ഷേ പണം കിട്ടേണ്ടത് കേന്ദ്രത്തിൽ നിന്നും നിശ്ചിതമായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ലഭിക്കേണ്ടുന്ന പണം കിട്ടേണ്ടത് ഇവിടുത്തെ ഓരോ കുട്ടിയുടെയും അവകാശമാണ് എന്നതായിരുന്നു നമ്മുടെ അന്നത്തെ സ്റ്റാൻഡ്. അത് പണം കിട്ടുന്നത് എൻ്റെ ഉത്തരവാദിത്തമല്ല എന്ന് വി ശിവൻകുട്ടി ഇന്ന് പറഞ്ഞത് പിണങ്ങിയിട്ടാണ് പറഞ്ഞെങ്കിലും അത് ശരിയല്ല. കാരണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണിത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ബിനോയ് വിശ്വം സാത്വികമായിട്ടും വാചകങ്ങൾ സെലക്ട് ചെയ്തിട്ടുമാണ്, ശബ്ദം ക്രമീകരിച്ചൊക്കെയാണ് പറയുന്നതെങ്കിലും അഗ്രഷൻ അതിനകത്തുണ്ട് എന്നൊരു തോന്നലാണ്, രാഷ്ട്രീയമായ അഗ്രഷൻ അതിനകത്തുണ്ട് എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നിയത്. ഉറപ്പായി എനിക്കിത് ഈ കുഴിച്ചിട്ട സാധനം പൊക്കിക്കൊണ്ടുവരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അനാവശ്യമായൊരു ചർച്ചയായി പോയി ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. കാരണം എല്ലാവരും ആ കാര്യം മറന്നു കഴിഞ്ഞു. മാധ്യമങ്ങൾ പോലും ഇപ്പോൾ CPM പറഞ്ഞാൽ CPM വിരുദ്ധത പ്രചരിപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന, അവർ ആരോപിക്കുന്ന മാധ്യമങ്ങൾ പോലും ഈ വിഷയം മാറി. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണമായ മൂഡിലേക്ക് എത്തി, മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ മൂഡിലേക്ക് എത്തിയ സമയത്ത് ഇത് അനാവശ്യമായൊരു എന്താ പറയുന്നത്, വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു ഘടകമായി പോയി. യഥാർത്ഥത്തിൽ മറുപക്ഷത്തിന് വടികൊണ്ടേ കൊടുക്കുന്ന, അവരടിക്കുമോ എന്ന് നമുക്കറിയില്ല, പക്ഷേ വടികൊണ്ടേ കൊടുക്കുന്ന ഒരു പരിപാടിയായി പോയി എന്നുള്ളതാണ്. മാത്രമല്ല ഈ PM-ശ്രീ പദ്ധതി വലിയ വിവാദമായി നിൽക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടമാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലേക്ക് ഈ ഒരു വിഷയം എടുത്തിടേണ്ടിയിരുന്നു എന്നുള്ളത് രണ്ട് പാർട്ടികളും നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിപ്പോൾ ഈ വി ശിവൻകുട്ടി ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. SSK ഫണ്ട് 1300 കോടി രൂപ അതെവിടെ കിട്ടും? അദ്ദേഹം അല്പം വൈകാരികമായിട്ടാണ് അതിനെ ചോദിക്കുന്നത്. ആ വൈകാരിക തലം നമുക്കറിയാം. ആ വൈകാരിക തലം എന്താണ്? സനീഷ് പറഞ്ഞതുപോലെ ഇതെല്ലാം വി ശിവൻകുട്ടിയും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയും K വാസുകിയും പോയി ഒളിച്ച് ഡൽഹി പോയി ഒപ്പിട്ടതുപോലെയാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. നിശ്ചയമായും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന് പോയി ഒപ്പിടാനാവില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയുന്നതാണ്. ആ ധാർമ്മിക പ്രശ്നം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നുണ്ട്. അതായത് ഞാൻ കരുതുന്നത് വി ശിവൻകുട്ടി താൻ ഏതെങ്കിലും തരത്തിലൊരു സംഘപരിവാർ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ണിൽ എങ്ങനെ നിന്നിട്ടുണ്ട് എന്നുള്ളതും അവിടുത്തെ രാഷ്ട്രീയത്തിനപ്പുറം സർവ്വസമ്മതനായ ഒരു നേതാവായി ശിവൻകുട്ടി അണ്ണൻ എന്നാണ് അദ്ദേഹത്തെ എല്ലാവരും തിരുവനന്തപുരംകാരെല്ലാം തന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പറയുന്ന ഈ ഒതുക്കിയാണെങ്കിൽ പോലും സംഘപരിവാറുമായി സമരസപ്പെട്ടു എന്ന് പറയുന്ന പറച്ചിലുകൾ സ്വന്തം
മുന്നണിയിൽ നിന്ന് തന്നെ സ്വന്തം പാളയത്തിൽ ഉണ്ടാകുന്ന വലിയ അസ്വസ്ഥത അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. വലിയ അതുകൊണ്ടാണ് അദ്ദേഹം ഹൃദയവേദന കൊണ്ടാണ് വൈകാരികമായി അത് പ്രതികരിക്കുന്നത്. വലിയ ഹൃദയവേദനയാണ്. അതായത് നിങ്ങൾ ഒരു രാഷ്ട്രീയത്തിൻ്റെ ആളായിരിക്കുക, ഒരു രാഷ്ട്രീയത്തെ നിശ്ചയമായിട്ടും എതിർക്കുന്ന ഒരാളായിരിക്കുക ഉള്ളിൽ, പക്ഷേ നിങ്ങൾ അതിൻ്റെ ആളാണെന്ന് പറയുന്ന വലിയ ഹൃദയവേദനയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് എന്തുകൊണ്ടാണ് ഈ CPM-കാർക്ക് ഇത്ര വലിയ വിദ്വേഷം? ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇത് ഏറ്റവും കൂടുതൽ പറയുന്നതാണ് അവർ വിചാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കാർ കോൺഗ്രസ്സുകാരും ലീഗുകാരും പറയുന്നതിനേക്കാൾ കൂടുതൽ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയമായിട്ട് ഈ സർക്കാരിനെ അനുകൂലിക്കുന്നൊക്കെ പറഞ്ഞങ്ങ് മാറും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവർ ശരിക്കും പിന്നെ ഹിന്ദുത്വം നടപ്പാക്കുന്ന ഇടതുപക്ഷക്കാരാണെന്ന് പറയുന്നത് കൊണ്ടാണ് സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ അതിശക്തമായിട്ട് CPM എതിർക്കുന്ന നില വന്നത്. അത് ശിവൻകുട്ടിയിൽ അത് വളരെ പ്രകടമാണ്. കാരണം അദ്ദേഹത്തിന് പറഞ്ഞാൽ ശരിയാണ്, അദ്ദേഹത്തിന് ഉറക്കാൻ പറ്റാത്ത വിധം ഈ CPI-ക്കാർ എന്നെ ഒരു എന്താണ് ഒരു സംഘപരിവാർ അനുകൂലിയായി കളഞ്ഞല്ലോ എന്നൊരു തോന്നലുണ്ടാണ്. അതിന്റെ വീട്ടിലേക്ക് ASF AIF മാർച്ച് നടത്തിയത്. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവിന്റെ ചിത്രം രമേശ് ചെന്നിത്തലയുടെ ചിത്രമാണ്. അദ്ദേഹം നിരന്തരമായി സ്വന്തം പാളയത്തിൽ നിന്ന് വരെ അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പരസ്യമായി രഹസ്യമായി BJP-യിലേക്ക് പോകും, BJP ഏജന്റാണ്, അല്ലെങ്കിൽ BJP പിന്തുണയോടെയാണ് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് രമേശ് ചെന്നിത്തല വളരെ സെക്യുലർ ആയിട്ടുള്ള കോൺഗ്രസ് അടിത്തറയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. ഇതേ മാനസികാവസ്ഥയിലാണ് വി ശിവൻകുട്ടിയും കടന്നു പോകുന്നതെന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഷ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. നിശ്ചയമായും അദ്ദേഹം ആ വിധത്തിൽ പ്രതികരിക്കും. അതിനെ ആ വിധത്തിൽ അങ്ങ് കണ്ടു വിട്ടാൽ മതി. പ്രത്യേകിച്ച് CPI ഈ വിധത്തിൽ അവർ പരമാവധി സീറ്റുകൾ നേടിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ മുന്നണിയിൽ വലിയ വാക്കായി വരട്ടെ. അതിനപ്പുറത്തേക്ക് ഇനി PM ശ്രീ വിവാദം കൊണ്ടുനടക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നില്ല. അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ്. അതായത് PM ശ്രീ വിവാദം ചർച്ച ചെയ്യപ്പെടും. കാരണം ഈ പൈസ കിട്ടിയില്ല, ഇനി തുടർ സംഗതികൾ ഒരുപാട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ശരിതെറ്റുകൾ വീണ്ടും ചർച്ചയാകും. ഒരുപക്ഷെ അപ്പോൾ ശരിയെന്ന് കണ്ട കാര്യങ്ങളായിരിക്കില്ല മാധ്യമങ്ങൾ പിന്നീട് ശരിയെന്ന് പറയുക. ഇത് ഉറപ്പായിട്ടും ഒഴിവാക്കി കൊടുക്കണം അല്ലെങ്കിൽ റദ്ദാക്കണം എന്ന് പറയുന്ന മാധ്യമങ്ങൾ തന്നെ ഇതാ കാശ് കിട്ടിയില്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, നിങ്ങളുടെ പണിയല്ലേ എന്ന് ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പിന്നാലെ വന്നേക്കാം. പക്ഷേ ഇത് പിന്നിൽ എനിക്ക് തോന്നുന്നത് CPI ഒരല്പം കാരണം അവർ വിജയിച്ച് കഴിഞ്ഞല്ലോ, അവർ ഒരു പ്രശ്നം ഉന്നയിച്ചു, ശരിയാവണ്ണം ആ പ്രശ്നം ഉന്നയിച്ചു, അതവർക്ക് മനസ്സിലായി. അതിൻ്റെ കൂടെ കേരളമാകപ്പാടെ മാധ്യമങ്ങളടക്കം നിന്നു, അതിനകത്ത് പിൻവാങ്ങി. അതായത് ഇവർ വലിയ കടുംപിടുത്തക്കാരനാണ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ തന്നെ ആ സർക്കാർ വലിയ വാശിക്കൊന്നും നിൽക്കാതെ പിൻവാങ്ങിയാൽ പിന്നെ വിജയിച്ചല്ലോ. അവരവരുടെ കമ്മിറ്റികൾക്കകത്ത് ഞങ്ങൾ വിജയിച്ചില്ലേ, കണ്ടില്ലേ, ശിവൻകുട്ടിയൊക്കെ നമ്മൾ കാര്യം പഠിപ്പിച്ചില്ലേ എന്ന് പറയുക എന്നല്ലാതെ പരസ്യമായിട്ട് വന്ന് പറഞ്ഞാൽ അബദ്ധമായി പോയി എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇടതു മുന്നണിയിൽ ഉണ്ടായ ഏറ്റവും വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും വിരുദ്ധ അഭിപ്രായങ്ങൾ. മാരത്തൺ ചർച്ചകൾക്കും സന്ധി സംഭാഷണങ്ങൾക്കും ഒടുവിൽ സമവായത്തിലെത്തിയ വിഷയം വീണ്ടും ചൊറിഞ്ഞു പുണ്ണാക്കുകയാണോ CPIM-ന്റെയും CPI-യുടെയും പരിണിത പ്രജ്ഞരായ നേതാക്കൾ? കാലങ്ങളായി മുന്നണിക്കുള്ളിലും പുറത്തും ഭരണത്തിലും സമരത്തിലും പരസ്പരം സഹകരിച്ചു പോരുന്ന മുതിർന്ന നേതാക്കളാണ് ബിനോയ് വിശ്വവും വി ശിവൻകുട്ടിയുമെല്ലാം. PM ശ്രീ വിഷയത്തിൽ ഇപ്പോഴും ഇരുവരും പടിയിൽ തുടരുന്നത് ഇരു പാർട്ടികൾക്കും അവരുടെ മുന്നണിക്കും ഒരു ഗുണവും ചെയ്യില്ല എന്നത് ഉറപ്പാണ്. ആ വകതിരിവ് അവർക്കുണ്ടായാൽ അവർക്ക് കൊള്ളാമെന്നാണ് ഈ വിഷയത്തിൽ RDXന്റെ അഭിപ്രായം. ഇപ്പോൾ നിലവിൽ ഇല്ലാത്ത ഒരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാകാതിരിക്കുന്നതാണ് പൊതു രാഷ്ട്രീയത്തിനും LDF-നും നല്ലത്. മുതിർന്ന നേതാക്കൾക്ക് ഇടപെടാൻ തക്ക മെറിറ്റുള്ള വേറെ ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൽ ബാക്കിയുണ്ടല്ലോ.